ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് പുതിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ബിജിഎമ്മിലാണെങ്കിലും പബ്ജി മൊബൈലിലാണെങ്കിൽ തന്നെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിലെ 2 ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് റിവൈവ് കിറ്റ്. ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മുടെ പബ്ജിയിലും ബിജിഎമ്മിലും വരുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നൊന്നെന്ന് പറയുന്നത് നമുക്കൊരു സ്ക്വാഡായിട്ട് കളിക്കാൻ പറ്റുന്ന മാക്സിമം എണ്ണം, സ്ക്വാഡിലെ എണ്ണം 4ആണ്. അത് 5 ആക്കിയിട്ടുള്ളൊരു ഗെയിം പ്ലേ വരാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാം വാച്ച് ചെയ്യുക. തുടർന്ന് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് ഓൾറെഡി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്കൊന്ന് പോവാം. ഗൈസ്, നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ കിട്ടിയിരിക്കുന്നത് ചൈനീസ് വെർഷനിൽ നിന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ചൈനീസ് വെർഷനിലൊക്കെ ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സെൽഫ് റിവൈവ് കിറ്റ് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റിവൈവ് കിറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ടെസ്ല കൊളാബറേഷൻ വന്ന സമയത്ത് നമുക്ക് ഒരു ലൂട്ട് ട്രക്ക് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ലൂട്ട് ട്രക്ക് പോകും. ആ ലൂട്ട് ട്രക്കിൽ നമ്മൾ ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു ലൂട്ട് ബോക്സ് കിട്ടും. ആ ഒരു ലൂട്ട് ബോക്സിലാണ് ഈ ഒരു സെൽഫ് റിവൈവ് കിറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഗണ്ണും കാര്യങ്ങളും അല്ലെങ്കിൽ അഡ്വാൻസ് ഗണ്ണുകളും കാര്യങ്ങളെല്ലാം അതിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൽഫ് റിവൈവ് കിറ്റ് കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അത് നമുക്ക് സാധാ മെഡിക്കിറ്റൊക്കെ കിടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബാഗിൽ കിടക്കും എന്ന് മാത്രമല്ല, അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ള കാര്യമൊക്കെയാണ് ഇതിൻ്റെത്. നമ്മൾ സാധാ മറ്റുള്ള ഐറ്റംസ് കൊടുക്കുന്നത് പോലെ തന്നെ, സപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇതും സപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ റിവൈവ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നോക്കായി കഴിഞ്ഞത് ആ ഒരു പ്ലസ് ബട്ടൺ വരും. ആ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെൽഫായിട്ട് തന്നെ റിവൈവ് ആവും. അപ്പോൾ റിവൈവ് ആയതിനു ശേഷം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ട് നമ്മളെ റിവൈവ് ചെയ്താൽ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ഇവിടെ ടൈമിങ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി റിവൈവ് ആവുകയാണ്. ഗൈസ്, ഇനി അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേയിൽ വരുത്താൻ പോകുന്ന ഒരു ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ചസ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ നിലവിൽ ക്ലാസിക് മാച്ചൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 പേര് മാക്സിമം ചേർന്ന് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ TDMൽ 8 പേരുടെ കളി വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസിക് മാച്ചിൽ 5 പേര് ചേർന്ന് 5 പേര് സ്ക്വാഡായിട്ട് കളിക്കാൻ പറ്റുന്ന ക്ലാസിക് മാച്ച് ആഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് നിലവിൽ എങ്ങനെ ഒരു മോഡായിട്ട് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസിക് മാച്ച് കളിക്കുന്ന സമയത്ത് തന്നെ അതിൽ എക്സ്ട്രാ ഓപ്ഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നിലവിൽ അറിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു 2 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് ഓൾ ഇട്ട് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.